ഇപ്പോൾ ഇന്ന് രാവിലെയും കൂടെ നമ്മുടെ ചാനൽ റെഫറൻസ് വന്നതാ. എ കെ ആന്റണി പോയി കണ്ടു. മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം പറയാമല്ലോ. അല്ല, ഞാൻ മെനഞ്ഞാന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇന്നലെ കാണാറുണ്ടോ? അമ്മയെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയതാണ്. ഈ മന്ത്രിസ്ഥാനം സംസാരിച്ചില്ലല്ലോ. ലൈവ് ഡിക്റ്റേറ്റർ സിസ്റ്റം ഉണ്ടോ? ലൈവ് ഡിക്റ്റേറ്റർ ആണോ കയ്യിലിരിക്കുക? അല്ല, തീർച്ചയായിട്ടും ആന്റിയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കല്യാണം വരെ നടത്തിയത് എൻ്റെ മാതാവും പിതാവും കൂടി ചേർന്നിട്ട്. ഓർമ്മയുണ്ടോ കല്യാണം? അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഡ്രോയിങ് റൂം വെച്ച് നടത്തിയത്. അപ്പോൾ അങ്ങനെ ആ കുടുംബം ഞങ്ങളും എന്താ പറയുക, വലിയ ബന്ധമാണ്, ആത്മബന്ധമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം എന്താ പറയുക, കളിച്ചു വളർന്നവരാണ്. അങ്ങനെയുള്ള ഒരു ഫാമിലി തീർച്ചയായിട്ടും എൻ്റെ മാതാവിനെ അദ്ദേഹം കാണണമെന്ന് പറയുമ്പോൾ പോകുന്നതിന് കുഴപ്പമില്ല. 90ന്റെ നിറവിൽ എ കെ ആന്റണി കണ്ടപ്പോൾ 90 ആയിട്ടില്ല, 85 ആവുന്നുള്ളൂ. ആൾക്കാരെ ഏജ് കൂട്ടരുത്, താങ്കളുടെ ഏജ് ഞാൻ കൂട്ടും. 85 ആവുന്നുള്ളൂ. ഇല്ല, അദ്ദേഹം ഒരുപാട് രണ്ടുമിന്റെ അറിവിലേക്കിട്ട് പറയാ, ഞങ്ങൾ ഒരു റോഡിലായിരുന്നു താമസം. ഈസ്ലാസ് റോഡിലായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഞാൻ അവർക്ക് ഒരു സായിപ്പിന്റെ കൂടെ നടക്കുമായിരുന്നു, അങ്ങനെ വീടിന് മുന്നിലൂടെ. അപ്പോൾ സായിപ്പ് നമ്മുടെ ഗസ്റ്റായിരുന്നു. ഞാൻ ഇതാണ് ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രി താമസിക്കുന്ന വീടെന്ന് പറഞ്ഞു. അയാൾ ഇരുന്ന് കണ്ടുപോയി. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി താമസിക്കുന്ന വീടാന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും സത്യസന്ധത പുലർത്തിയ നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. അപ്പോൾ ചാണ്ടിയുമ്മൻ്റെ അടുത്ത വഴി, ചാണ്ടിയുമ്മനെ മന്ത്രിയെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അല്ലപ്പം ഒത്തിരി പേര് അത് എന്നോട് പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. മീഡിയക്കാർക്കൊക്കെ ചാണ്ടിയുമ്മന് കാര്യം ചാണ്ടിയുമ്മൻ്റെ സൈക്കിൾ പ്രയോഗം ഞങ്ങളെ വല്ലാണ്ട് ആകർഷിച്ചോളൂ. മറ്റന്നാളെ ഞാൻ സൈക്കിളിലാണ് പോകുന്നത് സത്യപ്രതിജ്ഞയ്ക്ക്. ആണോ? അതെടുക്കാൻ നമ്മുടെ ക്യാമറ ടീം അഭിലാഷ് തൊഴും കൂടെ കാണണേ. സൈക്കിളിന്റെ ബാക്കിൽ കയറുന്നുള്ളൂ. ഇവിടെ ബൈക്ക് കയറാൻ സ്ഥലമില്ല. അതില്ലല്ലേ, ടയർ ഉള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ ക്യാമറമാൻ്റെ തലവ് ചെയ്താൽ ആ സ്ഥലത്ത് ടയർ കൊണ്ടു.